ഇലക്ഷൻ പ്രചാരത്തിലുള്ള സമയത്ത്, മണ്ടിയിലുള്ള സമയത്ത് യോഗി ആദിത്യനാഥ് മുംബൈയെപ്പറ്റി പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാ, ശത്രുക്കളെ എതിർക്കാൻ റാണി ലക്ഷ്മിഭായിയെ പോലെ കങ്കണയ്ക്ക് ധൈര്യമുണ്ട്. ഇവർ മുംബൈയിൽ ഉദ്ധവ് താക്കറിനെ വീതിയിലേക്ക് കൊണ്ടുവന്ന് ഉത്തരം പറയാൻ നിർബന്ധിതനാക്കിയെന്ന്. നല്ല കാര്യം. ഇതൊരു മഹാൻ ആത്മാവ്, ഒരു നല്ല മനുഷ്യൻ സംസാരിച്ചതിനെ പറ്റി ഇവിടെ സംസാരിച്ചു. അല്ലെങ്കിൽ ആ ക്രിമിനൽ എന്ത് സംസാരിച്ചു, ആ കള്ളൻ എന്ത് സംസാരിച്ചു, അതായിരിക്കും പറയുക. സർ, ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ അതുപോലെ എന്തെങ്കിലും, എന്നോട് അദ്ദേഹത്തിന് നല്ല ഒപ്പീനിയൻ ഉണ്ട്. യോഗിജി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം എന്റെ ചേട്ടനെ പോലെയാണ്. അദ്ദേഹത്തിന് എന്നോട് നല്ല ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാ, ചില പേര് നാച്ചുറലായിട്ട് സെറ്റാകും. നമുക്കൊരു എനർജി ആയിരിക്കും. ചില ആൾക്കാരുടെ കൂടെ നമ്മൾ സെറ്റ് ആവുകയില്ല. ഇൻഡസ്ട്രിയും ഞാനും തമ്മിൽ ചേരാറേയില്ല. ഒരിക്കലും ചേരില്ല. ഞാൻ ഒന്നും ചെയ്യാതെ വെറും ബ്രീത്തിങ് മാത്രം ചെയ്താലും ഒന്നും ചെയ്യാതിരുന്നാലും അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ കൊല്ലണമെന്ന് ആഗ്രഹമുള്ളൂ. ഞാൻ അവർക്കെതിരെ എന്തെങ്കിലും കേസ് കൊടുത്തോ? ഇല്ല, അവരാണ് എനിക്കെതിരെ കേസ് കൊടുത്തത്. ഇവരാണ് എന്നെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവരെ പോലെ ബിജെപിക്കാരെങ്ങനെയാണ് താങ്കളെ ഇഷ്ടപ്പെട്ടത്? വളരെ ഇഷ്ടപ്പെടും. എങ്ങനെ? എന്താണെന്ന് വെച്ചാൽ, ഞാൻ സത്യസന്ധയും വിശ്വസിക്കാൻ കൊള്ളാവുന്നവളുമാണ്. ആര് സത്യസന്ധതയോടും വിശ്വാസ്യതയോടും ഇരിക്കുന്നുവോ അതുപോലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂ. രാക്ഷസന്മാർ രാക്ഷസ സേനയിലും ദേവന്മാർ ദേവസേനയിലും നിൽക്കത്തുള്ളൂ.